കായംകുളം സഹകരണ ബാങ്ക് ക്ലിപ്റ്റൺ നമ്പർ എ 421 36ാമത് വാർഷിക പൊതുയോഗം നടന്നു. SSLC +2 അവാർഡ് വിതരണം, ആദരവ് എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു. കായംകുളം സഹകരണ ബാങ്ക് ക്ലിപ്റ്റൺ നമ്പർ എ 421 36ാമത് വാർഷിക പൊതുയോഗം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൂടി. 2023-24 വർഷത്തെ വാർഷിക റിപ്പോർട്ടും കണക്കും 2025-26 വർഷത്തെ ബജറ്റും അവതരിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് കെ ഹരികുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിന് MP രാമഭദ്രൻ സ്വാഗതം ആശംസിച്ചു. ഓച്ചിറചന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കായംകുളം സഹകരണ ബാങ്ക് സെക്രട്ടറി CS അശ്വതി ശങ്കർ പൊതുയോഗ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. ഭരണസമിതി അംഗങ്ങളായ S ജയദേവൻ പിള്ള, S ബിനു, S രാധാകൃഷ്ണ മേനോൻ, A അബ്ദുൽ റഹീം, S സ്വപ്ന, M രാജേഷ്, വിനീത എന്നിവർ സംസാരിച്ചു. അതിപ്പോ തന്നെ കേരളത്തിലെ ഇന്നത്തെ നമ്മുടെ പത്രത്തിൽ തന്നെ നമ്മൾ സാറ് പറഞ്ഞു, പത്രത്തിലെ ആ തൂങ്ങി മരിച്ച കാര്യം അതുകൊണ്ടാണ് ഇടുക്കി സംഭവിച്ച സംഭവമാണ്. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ ഒരു സഹകരണ മേഖലയിലും ഇതുപോലെ ദുഷ്പരിണങ്ങളൊന്നുമില്ല. പക്ഷെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഏകദേശം 10,000-1500 മേളിൽ വരുന്ന ബാങ്കുകളിൽ ചില ബാങ്കുകളിൽ ഒന്നോ രണ്ടോ, അതേപോലെ നമ്മുടെ വീട്ടിൽ തന്നെ വരത്തില്ലേ, അച്ഛനുണ്ടാകുന്ന 5-10 മക്കളും 5 മക്കളും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അല്ലല്ലോ, ഒരേ സ്വഭാവമാണ്, അല്ല ഓരോരുടേതായ പുരോഗതി കാണാം. അങ്ങനെയെങ്കിലും കുബുദ്ധികൾ നടത്തിയ പരാമർശം എല്ലാ ബാങ്കുകളെയും ബാധിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഏകദേശം നേരത്തെ ഞങ്ങൾ പറഞ്ഞ ഡെപ്പോസിറ്റിൽ നിന്ന് 81 കോടി രൂപയിൽ ഏകദേശം 12-14 കോടി രൂപയുടെ വിട്ടിട്ടുണ്ട്. എന്താ കതിരൂർ പോയല്ലോ, അല്ലെങ്കിൽ അവിടെ പോയല്ലോ, മാലിക്കരെ പോയല്ലോ. നമ്മൾ നമ്മുടെ വീട്ടിലെ ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പം ഇരിക്കുന്നതായാലും കഴിഞ്ഞിരുന്ന പോടായാലും ഇതിൻ്റെ അകത്ത് ഒരു അഴിമതിയുടെ രേഖ ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല, അഴിമതി ഇല്ല. നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതിൽ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. ഡെപ്പോസിറ്റുകൾക്ക് ഇനി വരെ ഇവിടുന്ന് പല എടുത്തുകൊണ്ട് പോയി ഇപ്പം തിരിച്ചു വരുന്നുള്ളൂ. മുൻ ഭരണസമിതി അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. വാർഷിക പൊതുയോഗത്തിൽ SSLC, THSSLC, +2 എന്നിവയിൽ ഫുൾ A+ നേടിയ സഹകാരികളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും വിതരണം ചെയ്തു. പൊതുയോഗത്തിൽ സഹകാരികളായ S രാജ്, MR ജയകൃഷ്ണൻ എന്നിവർ സഹകാരികളുടെ ഭാഗത്തുനിന്നും സംസാരിച്ചു. SSLCക്ക് ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളായ ദേവിക, ശിഖ, രാജ്ദേവ്, അജയ് പ്രസാദ്, ജിതേന്ദ്രനാഥ്, നന്മ, അമൽ കൃഷ്ണ എന്നിവർക്കും +2 വിഭാഗത്തിൽ നിന്നും അഞ്ജന സുരേഷ്, ഫിദ സുൽത്താന, ഗായത്രി മാളവിക, സായി കൃഷ്ണ, ദർശന, ദക്ഷിണ എന്നീ വിദ്യാർത്ഥികൾ മൊമന്റോയും ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങി. പനയന്നാർക്കാവ് ബ്രാഞ്ച് മാനേജരും അക്കൗണ്ടന്റുമായ K ഉപേന്ദ്രൻ കൃതജ്ഞത രേഖപ്പെടുത്തി. CDNet ന്യൂസ്, കൃഷ്ണപുരം.